ഒരെണ്ണം ഒഴിക്കടാ. കഴിച്ച രണ്ടെണ്ണം കോട്ടിന്റെ ഉള്ളിൽ കയറിയപ്പോ എതിലേ പോയി. മെന്നെ തുടക്കം നിട്ടെ. പൂ വെച്ച് തുടങ്ങുന്ന ഒരു വാക്ക്. പൂ വെച്ച് തുടങ്ങുന്ന വാക്കാണെങ്കിൽ ഞാൻ പറയട്ടെ. താൻ ഈ പൂന്ന് പറയാണ്ട ആദ്യത്തെ വരിങ്ങട് മുഴുവൻ പറഞ്ഞു കൊടുക്കണം എന്നെ. ഇതിപ്പോ തെറിയൊന്നല്ലോ. പൂരങ്ങളുടെ പൂരങ്ങളുടെ പൂരമായ പൂരത്തിന്റെ പെരുമ കരിവീരൻ ശിരസിലേറ്റുന്ന തിടമ്പ് പോലെ അണിഞ്ഞു നിൽക്കുന്ന തൃശ്ശിവപേരൂർ പട്ടണത്തിന്റെ പൊന്നോമന പുത്രന്മാരുടെ സാംസ്കാരിക കൂട്ടായ്മയായ ഈ ക്ലബിന്റെ സാരഥ്യം ഏറ്റെടുക്കാൻ എന്നോടാവശ്യപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്റെ നമസ്കാരം. എങ്ങനെയുണ്ടോ? ഒഴുകണം. ഇടയ്ക്ക് തട്ടും തടവില്ലാതെ. അതിപ്പോ എങ്ങനെ പറയാ? ഈ അവിടെ കണ്ട കുടിച്ചിട്ട് വയറ്റിയത് പോണ പോലെ ഒരു ഉദാഹരണം പറയുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് അന്തസ് വേണ്ടേ? അയ്യേ, അതെ, പൂ വെച്ചുള്ള വാക്ക് കിട്ടിയ. കിട്ടി. പൂ വെച്ചിട്ടുള്ള വാക്ക് നിനക്ക് വേണം. പറയണോ മാപ്പിളെ? ഒരെണ്ണം അടിക്കട്ടോ. ഇതെന്താ കൊല്ലപരീക്ഷ? പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് എന്തോ ഒരു അനുഭവമുള്ള ആളാണെന്നറിയോ? ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. കടുത്ത മത്സരം നടക്കാൻ പോണേ. ഈ കോട്ടിന്റെയും പ്രസംഗത്തിന്റെയും പച്ചയില് സംഗതി നടക്കണം. അല്ലെങ്കിൽ ഗോപിയട്ടാ ഗോപി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഞാൻ കലക്കൂടോ, താൻ നോക്കിക്കോ. യൂസപ്പേ, തെയ്യ ബാഹുലേന്ന് വിളിക്കടാ. ആര്? സലാവുദ്ദീനാ? കൊടുക്ക്. കൂട്ടുണ്ടാ. സബ്സ്ക്രിപ്ഷൻ നമുക്ക് അടയ്ക്കാടാ. നീ ആളെ കൊണ്ടുപോവാ. ശരി, കൊടു. നമസ്കാരം. അവന്റെ കൂട്ടത്തിലുണ്ട് പോരട്ടാ. പ്രാഞ്ചിയാണ് പ്രസിഡന്റ് സ്ഥാനത്ത്. നമ്മടെ അരിപ്രാഞ്ചി വന്നിട്ട് രണ്ടെണ്ണം പൂശിട്ടുണ്ട് കേറാട്ടാ. പ്രാഞ്ചേട്ടൻ വിളിക്കണ്. അരിപ്രാഞ്ചി എന്ന് പറയാണ്ട് നിന്റെ മുതലാളി ആരും അറിയില്ല എന്ന് പറഞ്ഞ ആ പേര് മാറി കിട്ടാൻ ആദ്യം സ്വർണ്ണക്കട തുടങ്ങിയത്. അപ്പെന്തായി? നമ്മുടെ സ്വർണ്ണക്കട നടത്തണ അരിപ്രാഞ്ചിന്ന് 10-20 വരെ കുടിശ്ശിക അടച്ചപ്പോ $1 ലക്ഷം മാറി കിട്ടിട്ടാ. ഇറങ്ങി പോയില്ലടാ. കേറാനുള്ള താപ്പൊന്നും ഞാൻ കാണില്ല. ഒരു മാറ്റം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റത്തിന് വേണ്ടിയാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത്. മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ ആ പദ്യം വേണ്ടട്ടാ എന്നെ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, അതല്ലെങ്കിൽ മാറ്റുമതുകളീ നിങ്ങളെത്താൻ. കുമാരനാശാന്റെ കവിതയാടാ. അതിന് കയ്യടി ഉറപ്പാ. വെറുതെ തുമ്പെ കൊണ്ട് കല്ലെടുപ്പിക്കായിരിക്കും. അതങ്ങോട്ട് ഒഴിവാക്കിന്റെ മേന്നെ. അവനെ കൊണ്ട് പറ്റണതല്ല അവന് പറയാൻ പറ്റുള്ളൂ. ഈ പ്രഭാകർ അണ്ടിക്കോട് എന്ന് പറഞ്ഞ ആരാ? ആരാ? പ്രസംഗ കലയിലെ കമലാസന. അതാരാ? അറിയില്ല.